മേശയിന്മേൽ കാലുകൾ വയ്ക്കുന്ന പ്രവൃത്തി പലതിനെ സൂചിപ്പിച്ചേക്കാം. മോശം ശീലങ്ങൾ, അനാദരവ്, സ്വയം ബോസാണെന്ന് കാണിക്കാൻ ശ്രമം, അല്ലെങ്കിൽ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതെന്നോ ആവാം. എന്നാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾക്ക് ഇത് സുഖകരമായി തോന്നിയാലും ഈ രീതിയിൽ വിശ്രമിക്കരുതെന്നാണ്. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകളോ കൈകളോ നിരന്തരം ചലിപ്പിക്കുന്നത് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെന്നും അസ്വസ്ഥനാണെന്നും അർത്ഥമാക്കുന്നു. സംവാദത്തിനിടെ കൈകൾ മുറുക്കി ക്രോസ് ചെയ്ത് നിൽക്കുന്നത് മറ്റുള്ളവരെ സ്വയം അടച്ചുപൂട്ടാനുള്ള ഒരു രീതിയാണ്. എന്തെങ്കിലും കൊണ്ട് നമ്മൾ നിരാശരാകുമ്പോഴും നമ്മൾ കൂടുതലായും ഈ ഭാവം പ്രയോഗിക്കാറുണ്ട്. കൈകൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ആളുടെ മനസ്സിൽ എന്തെങ്കിലും സുഖകരമല്ലാത്ത കാര്യം ഉണ്ടെന്നതിനുള്ള വ്യക്തമായ സൂചനയാണ്. ഒരു ശരാശരി വ്യക്തി പഠിച്ച് 28 ദിവസത്തിനുള്ളിൽ 18% വിവരങ്ങൾ മാത്രമേ ഓർക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായി ഒരാളെ ഹാൻഡ്ഷേക്ക് ചെയ്യുമ്പോൾ അവരുടെ കൈകൾ ചൂടാണോ തണുപ്പാണോ എന്ന് ഉറപ്പാക്കുക. ഊഷ്മളമായ കൈകൾ അർത്ഥമാക്കുന്നത് ഊഷ്മളമായ സമീപനമാണ്, മനസ്സിനെ സ്പർശിക്കുന്നതല്ല, പക്ഷേ പ്രയോജനകരമായ സാങ്കേതിക വിദ്യ. പുതിയതോ തുറന്നതോ ആയ സ്ഥലങ്ങളിൽ നടക്കുന്ന പുതിയ ആശയങ്ങളെക്കുറിച്ച് വേഗത്തിൽ ചിന്തിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ സഹായിക്കുന്നു. നിങ്ങളുടെ ഉയരം സാധാരണയായി ലഭിക്കുന്നത് നിങ്ങളുടെ പിതാവിൽ നിന്നാണ്. ബുദ്ധിയും വൈകാരിക ശക്തിയും ശരീരഘടനയും നിങ്ങളുടെ അമ്മയിൽ നിന്നും. പ്രതിബന്ധങ്ങളും പരാജയവും നഷ്ടവും പ്രചോദനമായി മാത്രം കണ്ട് ശക്തമായ ലക്ഷ്യങ്ങളോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോഴാണ് ജീവിതത്തിൽ വിജയം വരുന്നത്. അവർ നിങ്ങളുടെ കണ്ണുകളിലേക്ക് കൂടുതൽ നേരം നോക്കിയാൽ അവർ കള്ളം പറയുകയായിരിക്കാം. പഠനം ഒരിക്കലും നിർത്തരുത്, കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. ആരെങ്കിലും അവരുടെ കസേരയുടെ പുറകിൽ ചാരിയിരുന്നാൽ അവർ സംഭാഷണത്തിൽ മടുത്തു എന്ന് കാണിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം. നിങ്ങൾ ഒരാളെ വെറുക്കാൻ തുടങ്ങിയാൽ അവർ ചെയ്യുന്നതെല്ലാം നിങ്ങളെ ശല്യപ്പെടുത്തും. ഹാൻഡ് ഷേക്കിംഗ് സമയത്ത് ഒരു വ്യക്തി നിങ്ങളുടെ കൈത്തണ്ട സ്വതന്ത്രമായി കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ അവരെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അവർ കാണിക്കുന്നു. ഇത് ഗ്ലൗ ഹാൻഡ് ഷേക്ക് എന്നറിയപ്പെടുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ചിരി ആളുകളെ സഹായിക്കുമെന്ന് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ വാചക സന്ദേശങ്ങൾ അയക്കുന്നതും സ്വീകരിക്കുന്നതും നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തി. ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെടുത്തുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കാത്തതിൻ്റെ ഒരേയൊരു കാരണം അത് നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരേയൊരു കാര്യമാണ്. ഒരു നുണ പറയുമ്പോൾ ലജ്ജാകരമായ ഒരു വിശദാംശം ചേർക്കുന്നത് അത് കൂടുതൽ വിശ്വസനീയമാക്കും. ആളുകൾ പലപ്പോഴും സന്തോഷവാനാണെന്ന് നടിക്കുന്നു, കാരണം അവർ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്ന് മറ്റുള്ളവരോട് വിശദീകരിക്കുന്നതിനേക്കാൾ പുഞ്ചിരിക്കുന്നത് എളുപ്പമാണ്. ലിപ്പോഫ്രീനിയ, കാരണമില്ലാതെ തോന്നുന്ന സങ്കടത്തിൻ്റെ അവ്യക്തമായ വികാരം. ഒരു വ്യക്തിക്ക് ആരെയെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കുന്നു.